ഹാൻസലുടെയും ഗ്രേറ്റലുടെയും കഥ ഒരു ആധുനിക രീതിയിൽ അവതരിപ്പിക്കാൻ പോകുന്നു. ഒരു മലയാളി ടച്ചിന് വേണ്ടിയിട്ട് നമ്മൾ ഹാൻസലിനെ ഹംസക്കുട്ടിയും ഗ്രേറ്റലിനെ ക്രേസി കുട്ടിയും ആക്കി. പണ്ട് അത്ര പണ്ടല്ല കേട്ടോ. ആക്ച്വലി ഈ അടുത്ത കാലത്ത് ഒരു ചെറിയ വീട്ടില് ഒരു അച്ഛനും 2 മക്കളും അവിടെ 2 അമ്മയും താമസിച്ചിട്ടുണ്ടായിരുന്നു. ഓ, ഈ ഡ്രസ്സൊക്കെ പഴയ ഫാഷനായി. ഇപ്പൊ എങ്ങനെയാ ഒരു പുതിയ ഡ്രസ്സ് മേടിക്കണേ? ആ പിശുക്കന്റെ അടുത്ത് ചോദിച്ചാ ഒരു ചില്ലി കാശ് തരില്ല. 2 മാസത്തിൽ എന്റെ പിറന്നാള് വരുന്നില്ലേ, അതിന്റെ ഗിഫ്റ്റ് ഇപ്പൊ തന്നെ ചോദിച്ചു കളയാം. ചേട്ടാ, എന്റെ പിറന്നാൾ വരുന്നില്ലേ, അതിന്റെ ഗിഫ്റ്റ് ഇന്ന് തന്നെ മേടിച്ചു തരുവോ? അയ്യോ, ഈ മാസം സ്കൂൾ ഫീസില് കുറെ പൈസ ചെലവായി. പോരാഞ്ഞ് CCTVയുടെ പേരില് സ്കൂൾ കുറെ പൈസ പിടുങ്ങി. എപ്പോ നോക്കിയാലും സ്കൂൾ ഫീസ്, ബസ് ഫീസ്, കോച്ചിങ് ഫീസ്. ഈ പിള്ളേരെ കാരണം എനിക്കൊരു വക മേടിക്കാൻ പറ്റുന്നില്ല. ഇന്ന് നിങ്ങൾ 2-1 തീരുമാനിക്കണം. ഒന്നെങ്കിൽ ഞാൻ, അല്ലെങ്കിൽ പിള്ളേരും. എന്ത്? ഓക്കെ, നീ തന്നെ മതി. ഹംസക്കുട്ടി, ഗ്രേസിക്കുട്ടി. എന്താ അച്ഛാ? എവിടെ ഹംസക്കുട്ടി? ഹംസക്കുട്ടി എന്താ അച്ഛാ? ഞാൻ മ്യൂസിക് കേട്ടോണ്ടിരിക്കുക. ഇന്ന് അമ്മയുടെ പിറന്നാളാണ്. നമ്മൾ ഒരു പിക്നിക്കിന് പോവാം. അമ്മയുടെ പിറന്നാളോ? ഇന്നോ? സന്തോഷ ജന്മദിനം അമ്മയ്ക്ക്, സന്തോഷ ജന്മദിനം അമ്മയ്ക്ക്, സന്തോഷ. മതി, ഒരു പാട്ടുകാരി. സന്തോഷ ജന്മദിനം. വഴക്ക് കൂടണ്ട, നമുക്ക് പോവാം. അങ്ങനെ പിക്നിക് എന്ന് പറഞ്ഞിട്ട് അവര് പാവം പിള്ളേര് ഒരു കാട്ടിലേക്ക് കൊണ്ടുപോയി. നടന്ന് ക്ഷീണിച്ചു, കാല് വേനിച്ചിട്ട് വയ്യാൻ. എന്നാ ഞങ്ങൾ ഒരു ടാക്സി പിടിച്ചുകൊണ്ട് വരാട്ടോ. പിള്ളേര് ഇവിടെ ഉറങ്ങിക്കോളൂ. അങ്ങനെ ക്ഷീണിച്ച് പിള്ളേര് ഉറങ്ങിപ്പോയി. അടുത്ത ദിവസം അയ്യോ, കോഴിയുടെ മനം. എനിക്ക് വിശന്നിട്ട് വയ്യ. ഇപ്പൊ ശരിയാക്കി തരാം. KFC എവിടാണെന്ന് നോക്കട്ടെ. എന്തൊരു പൊട്ട സ്ഥലം. നെറ്റ്വർക്കും കിട്ടുന്നില്ല, GPS-ഉം കിട്ടുന്നില്ല. ഏട്ടാ, മിഠായിയുടെ വീട്. അവിടെ എഴുതിയിട്ടുണ്ട് ഫ്രീ വിഫീന്ന്. വൈഫൈ, ഞാൻ ദാ വരുന്നു. ആ മിഠായി വീട്ടിൽ. CCTV ഇൻസ്റ്റാൾ ചെയ്തോണ്ട് ഇപ്പൊ പിള്ളേരെ ശരിക്കും കാണാം. 2 വരുന്നുണ്ട്. എനിക്ക് കൊതിയായിട്ട് വയ്യ. ഇതെന്താ ഇത്? PPTയോ? പിള്ളേരെ പിടുത്തം ട്രാപ്പ്. ഇത് അടിപൊളി തന്നെ. ഇപ്പൊ വായിക്കണം. വരും കുട്ടികളെ, നല്ല വിശപ്പുണ്ടല്ലേ? ഐസ്ക്രീം, മുട്ടായി എല്ലാം തരാം. അയ്യോ, രക്ഷിക്കണേ, രക്ഷിക്കണേ. അയ്യോ, തീ പിടിച്ചേ, തീ പിടിച്ചേ. അയ്യോ, ചുട്ടുകൊല്ലുന്നു. അയ്യോ. മാലാഖ, നീ ഇവിടെ എന്താ ചെയ്യുന്നേ? ഞാൻ ഈ കുട്ടികളെ രക്ഷിക്കാൻ വന്നതാണ്. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. നാളെ ഒരു ദിവസം ഉണ്ടെങ്കിൽ നീ കാണില്ല. നാളത്തെ കാര്യം നമ്മൾ നാളെ നോക്കാം. വരൂ കുട്ടികളെ, നമുക്ക് പോവാം. നമ്മൾ ഇനി എവിടെയാ പോവാ? നമ്മൾക്ക് വഴി ഉണ്ടാക്കാം. അതേ കാട്ടിൽ മറ്റൊരു സ്ഥലത്തിൽ റപ്പഞ്ചിൽ
എന്റെ മുടിയുടെ കട്ടിയ നീളം എല്ലാം പോയി ഈ രാത്രി ഒന്നിനും കൊള്ളില്ല ആ കുശുമ്പി സെൻഡറെല്ല എന്തിനേക്ക് ഭ്രങ്കിയാണ് ഉപയോഗിക്കുന്നത് ഞാനും അത് തന്നെ ഉപയോഗിക്കുന്നു അതാ അവിടെ റപ്പൻസിൽ 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 മുടി താഴെ ഇടൂ ഇപ്പൊ ഇതേതാ മാറണം റപ്പൻസിൽ റപ്പൻസിൽ മുടി താഴെ ഇടൂ ഓ ശരി നിക്ക് നിക്ക് എന്റെ മുടി പറിച്ച് കളിയല്ലേ എന്റെ രാജകുമാരി വരുമ്പേക്ക് ഞാൻ കംപ്ലീറ്റ് മൊട്ടയാണ് നീ അവിടെ നിക്ക് ഞാൻ താഴെ വരാം ഹായ് മാലാക്ക ഈ രണ്ട് കുട്ടികൾക്ക് ആരുമില്ല. ഇവരെ ഇവിടെ താമസിച്ചോട്ടെ. ശരി ഓക്കെ പക്ഷെ എന്റെ മുടി തൊട്ട് കളിക്കരുത് ഇന്ന് ഓണം ആയതുകൊണ്ട് വരൂ നമ്മൾക്ക് എല്ലാവർക്കും ആഘോഷിക്കാം. ഈ ആഘോഷം സ്പോൺസർ ചെയ്യുന്നത് വോഡാഫോൺ. നിക്കൂ ഒരു സെൽഫി എടുത്തേക്കാം. അങ്ങനെ അവരെല്ലാവരും വളരെ കാലം സന്തോഷമായി ജീവിച്ചു. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ നാടകം ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു ഞങ്ങളുടെ മലയാളത്തെ ദയവായി ക്ഷമിക്കുക. ശേഷം അടുത്ത ഓണത്തിന്